കഥ തഞ്ചാവൂരിലെ മറാത്ത രാജവംശത്തിന്റെ അടുക്കളയിൽ നടന്ന ഒരു അപൂർവ സംഭവം. ഛത്രപതി ശിവാജി മഹാരാജിന്റെ അർദ്ധസഹോദരനായ വ്യാങ്കോജി എന്ന ഇക്കോജി തഞ്ചാവൂർ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1684-ൽ അദ്ദേഹത്തിന്റെ മരണശേഷം വ്യാങ്കോജിയുടെ മകൻ ഷാഹുജി അധികാരത്തിലെത്തി. ഒരു ദിവസം ഛത്രപതി സംഭാജി മഹാരാജ് തഞ്ചാവൂരിലേക്ക് എത്തിയിരുന്നു. അതേ ദിവസം ഷാഹുജി മഹാരാജിന്റെ രാജടുക്കളയിൽ കാർമ്മികർക്കു വലിയ പ്രതിസന്ധിയുണ്ടായി. കറിയിൽ ചേർക്കുന്നതിനായി ചെറുപയർ പരിപ്പ് ഇല്ലായിരുന്നു. അതിനു പകരം പാചകക്കാരൻ തൂവര പരിപ്പ് ചേർത്ത് പാകം ചെയ്തു. അങ്ങനെ തുവര പരിപ്പും പച്ചക്കറിയും ഒക്കെ ചേർത്ത് ഒരു വിഭവം ഉണ്ടാക്കി. സംഭാജി മഹാരാജിന് അതിനോട് അപൂർവമായി ഇഷ്ടമായി. അദ്ദേഹത്തിന് ആദരസൂചകമായി സംഭാജിയുടെ പേര് അഹാർ എന്നത് ഭക്ഷണം എന്നർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കറിയിന് സാമ്പാർ എന്ന പേര് നൽകിയതെന്ന് പറയുന്നു. ഇന്ന് ഇന്ത്യയിലുടനീളം വ്യത്യസ്ത ചേരുവകളോടെ പ്രചാരത്തിലുള്ള അതേ കറി സാമ്പാർ എന്ന പേരിൽ രുചികരമായി തുടരുന്നു. എങ്കിലും സാമ്പാർ ദക്ഷിണേന്ത്യൻ പാചകരീതിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ഏകീകരിക്കപ്പെട്ടിരിക്കുന്നത്. സാമ്പാർ ഇല്ലാതെ ദക്ഷിണേന്ത്യൻ സംസ്കാരം അപൂർണമായേക്കും. ദോശയിൽ മുക്കി കഴിക്കുന്നതിലൂടെയോ ഇഡ്ഡലി വടയിൽ മുക്കുന്നതിലൂടെയോ ആവിയിൽ വേവിച്ച ചോറിൽ ഒഴിക്കുന്നതിലൂടെയോ സാമ്പാറിന്റെ ഏറ്റവും മികച്ച രുചി എന്താണെന്ന് എല്ലാ ഇന്ത്യക്കാരും വളരെ നന്നായി അറിയുന്നു. ഇതൊരു ചരിത്രസംബന്ധമായ ജനപ്രിയ കഥ മാത്രമാണെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ യാഥാർത്ഥ്യത്തിൽ സംഭാരയുടെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധിയായ വാദങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ രുചിയോടെ നമ്മെ സംസ്കാരപരമായ ചരിത്രത്തിലേക്ക് കൈപിടിച്ചു നയിക്കുന്നു. മറ്റേതെങ്കിലും തിരുത്തലോ ശൈലിവൈഭവം കൂട്ടണമോ